നമസ്കാരം, മാന്നാർ ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് മാന്നാർ ക്രാഫ്റ്റിന്റെ ഡബിൾ പോളിഷ്ഡ് ആയിട്ടുള്ള ബ്രാസ് ഡെക്കറേറ്റീവ് ഉരുളികളെ പറ്റിയാണ്. നമ്മൾ നോർമലി കുക്കിങ്ങിനൊക്കെയാണ് പണ്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലത്തുള്ള ബ്രോൺസ് ഉരുളികൾ. അപ്പോൾ ബ്രോൺസ് ഉരുളി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഫിനിഷിങ്ങും കാര്യങ്ങളും കുറവും ഒക്കെ ഉണ്ട്. നമ്മൾ ഇന്ന് കൂടുതലും യൂസ് ചെയ്യുന്നത് ഡെക്കറേറ്റീവിന് യൂസ് ചെയ്യുന്നത്, കുക്കിങ്ങിനെക്കാട്ട് കൂടുതൽ ഡെക്കറേഷൻ പർപ്പസിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കൊരിക്കലും ഈ കുക്കിംഗ് ഉരുളി ഭയങ്കര പോളിഷോ ഡബിൾ ഫിനിഷോ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതിൻ്റേതായിട്ടുള്ള ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ട്. നമുക്കിപ്പോൾ അകമൊക്കെ കുറേയൊക്കെ പോളിഷൊക്കെ ആക്കാം, പക്ഷേ നമുക്ക് പൂർണ്ണമായിട്ടും ഇപ്പോൾ താഴെ അടിഭാഗവും ഒക്കെ ഡബിൾ പോളിഷ് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ അത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്ന നല്ല ക്വാളിറ്റി ഉള്ള ഫുഡ് ഗ്രേഡ് ബ്രോൺസ് ഒക്കെ ആയിരിക്കും അതിന് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനൊക്കെ ആയിക്കോട്ടെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കാരണം ഡെക്കറേഷന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നോർമലി ഇപ്പോൾ ഇതുപോലുള്ള ബ്രാസിലുള്ള എന്തിനൊക്കെ ചെയ്യുന്നത് ഡെക്കറേറ്റീവ് പർപ്പസ് എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ വെള്ളമൊക്കെ നിറച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പൂവൊക്കെ വെക്കാൻ യൂസ് ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ ക്യാൻഡിലൊക്കെ വെക്കാൻ യൂസ് ചെയ്യുന്നതാണ്. ഇല്ലെങ്കിൽ ചിലരൊക്കെ ഒരു പ്ലാന്റർ പോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പർപ്പസിനൊക്കെയാണ് നോർമലി ഇതുപോലുള്ള ബ്രാസ് ഉരുളിയും കാര്യങ്ങളും ഒക്കെ യൂസ് ചെയ്യാറുള്ളത്. അപ്പം നമുക്ക് ബ്രാസ് ഉരുളി ഏകദേശം ഒരു 4 ഇഞ്ച് ഡയമീറ്റർ മുതൽ വേണമെങ്കിൽ നമുക്കൊരു 16 ഇഞ്ച് ഡയമീറ്റർ വരെ ചെയ്യാം. അതല്ല നോർമലി നമുക്ക് 12 ഇഞ്ച് ഡയമീറ്റർ വരെയാണ് നമുക്ക് കൂടുതലും സെയിലാവുന്നത്. അപ്പോൾ നമുക്കൊരു 4 ഇഞ്ച് ഡയമീറ്റർ മുതൽ ഒരു 12 ഇഞ്ച് ഡയമീറ്റർ വരെയുള്ള നമുക്ക് ഉരുളിയൊക്കെ ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ നമുക്കിത് 4 ഇഞ്ച് ഡയമീറ്റർ ഉള്ള ഉരുളിയാണ്. ഇത് വളരെ ക്യൂട്ടായിട്ടുള്ള ചെറിയ ഉരുളിയാണ്. ഇത് കണ്ടില്ലേ, താഴത്തെ ബേസ് ആണ്. മറ്റേതൊക്കെ ലെഗൊക്കെ ആയിരിക്കും. ഇത് 4 കാലൊക്കെ വരുന്നതായിരിക്കും ബ്രോൺസിൻ്റെ. ഇത് വരുമ്പോഴത്തേക്ക് ഇതുപോലത്തെ റൗണ്ട് ആയിട്ടുള്ളതായിരിക്കും. അത് 4 ഇഞ്ച് ഡയമീറ്റർ ആണ്. ഏകദേശം 250 ഗ്രാമോളം വെയിറ്റ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ പൂവോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് വെക്കാൻ പറ്റുന്ന, അത് ഇല്ലെങ്കിൽ നമുക്കൊരു ഇവൻറ്റുകൾക്കൊക്കെ ചിലത് നമുക്ക് യൂസ് ചെയ്യാറുണ്ട്. നമുക്ക് മിഠായികളൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. അതല്ല ചില കഫേസിലൊക്കെ നമുക്കിപ്പോൾ ഹയാത്തിലൊക്കെ പോവുകയാണെങ്കിൽ മുറുക്ക് കാര്യങ്ങൾ ഇല്ലെങ്കിൽ ചെറിയ ഉണ്ണിയപ്പൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു സ്നാക്കൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന ആയിട്ടുള്ള ഒരു പാത്രമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് 4 ഇഞ്ച് വരുന്നത്. ഇത് വരുമ്പോഴത്തേക്ക് 5 ഇഞ്ച് ഡയമീറ്റർ ഉള്ള ഒരു ഉരുളിയാണ്. ഇത് ഏകദേശം ഒരു 400-500 ഗ്രാമോളം വെയിറ്റ് ഒക്കെ വരുന്ന ഒരു ഉരുളിയാണ്. ഇത് നല്ല ഒരു വലുപ്പം തന്നെയാണ്. പിന്നെ അടുത്ത വരുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ഇതുപോലത്തെ 6 ഇഞ്ച് വരുന്നതാണ്. ഇത് വരുമ്പോൾ ഏകദേശം ഒരു 500-600 ഗ്രാം ഒക്കെയാണ് ഇതിൻ്റെ വെയിറ്റ് ഒക്കെ വരുന്നത്. പിന്നെ അടുത്തത് വരുമ്പോഴത്തേക്ക് ഇതുപോലത്തെ 7 ഇഞ്ചാണ്. ഇത് ഏകദേശം ഒരു 700 ഗ്രാം 800 ഗ്രാം ഒക്കെയാണ് ഇതിൻ്റെ വെയിറ്റും കാര്യങ്ങളും ഒക്കെ വരുന്നത്. ഇതുപോലെ 8 ഇഞ്ച് ഡയമീറ്റർ ഉള്ളതാണ്. ഈ 8 ഇഞ്ച് ഡയമീറ്റർ വരുമ്പോൾ ഏകദേശം ഒരു 1.4 kg ഇല്ലെങ്കിൽ 1.5 കിലോ 1.400 ഒക്കെ തൂക്കമൊക്കെയാണ് ഇതിന് വരുന്നത്. നമുക്ക് ചെറിയ രീതിയിലൊക്കെ കണിയൊക്കെ ഒരുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു ഉരുളിയാണ്. പിന്നെ വരുന്നത് ഇതുപോലെ 9 ഇഞ്ച് ഉരുളിയാണ്. 9 ഇഞ്ച് ഉരുളി വരുമ്പോഴത്തേക്ക് ഏകദേശം 1.5 കിലോ വെയിറ്റ് 600 ഗ്രാം ഒക്കെ വെയിറ്റ് ഒക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. അപ്പോൾ പിന്നെ വരുന്ന 10 ഇഞ്ച് ഡയമീറ്റർ ഉള്ള ഉരുളിയാണ്. നമുക്ക് ഈ ഒരു 10 ഇഞ്ച് ഡയമീറ്റർ നമുക്ക് കണിയൊക്കെ ഒരുക്കാൻ പറ്റുന്നതായിട്ടുള്ള നല്ല ഒരു ഉരുളി തന്നെയാണ്. നമുക്ക് ഒരു ടേബിൾ ടോപ്പ് ഡെക്കറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു ഉരുളിയാണ്. ഇത് ഏകദേശം ഒരു 2.3 kg ഒക്കെയാണ് ഇതിന് വെയിറ്റ് വരുന്നത്. 11 ഇഞ്ചിൻ്റെ ഒരു ഉരുളിയാണ് വരുന്നത്. 11 ഇഞ്ചിൻ്റെ ഈ ഉരുളി വരുമ്പോൾ ഏകദേശം ഒരു 2.6 kg ഒക്കെയാണ് ഇതിന് വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇത് നല്ല ഒരു വലിപ്പമുള്ള നല്ല ഒരു ഉരുളിയാണ്. 12 ഇഞ്ച് ഒരടിയുള്ള ഒരു ഉരുളിയാണ് വരുന്നത്. അത് വരുമ്പോൾ ഏകദേശം ഒരു 3.2 kg ഒക്കെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. 3.25 കിലോ ഇതിൻ്റെ 3.25 കിലോ ഒക്കെ വെയിറ്റ് ആണ് ഇതിന് വരാറുള്ളത്. അപ്പോൾ ഈ ഉരുളി നിങ്ങൾക്ക് ഒരു റിട്ടേൺ ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഉരുളിയാണ്. നമുക്ക് ഒരു ഹൗസ് വാമിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ കൊടുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ ഇപ്പോൾ പേരൊക്കെ വേണമെങ്കിൽ എഴുതിയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഉരുളികളെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റായിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ്. എല്ലാ സൈസ് ഉരുളിയും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് വേൾഡ് വൈഡ് ഡെലിവറി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് സൈസ് വേണമെന്ന് വല്ല ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ എക്സ്പേർട്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ അവരിതൊക്കെ പർച്ചേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം. നന്ദി, നമസ്കാരം.